കുടംപുളി ഇട്ട ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് കുടംപുളി ഇട്ട നമ്മുടെ ചെമ്മീൻ കറി റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു 350 ഗ്രാം ചെമ്മീനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിനൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് ചെയ്യുന്നത്. ചട്ടിയിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ ഒരു 4 ചെറിയുള്ളി അരിഞ്ഞത്, അത്യാവശ്യം വലിയ ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം നല്ല കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് കുറച്ചും കൂടി ഇടാം. ഒരു 1.25 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉലുവയുടെ പൊടി, കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ച് താഴെ, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, വെളിച്ചെണ്ണ. അതുപോലെ തന്നെ ഞാനിവിടെ ഇത്രയും പുളിയാണ് എടുത്തേക്കുന്നത്. അതായത് ഒരു 3 പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഈ പുളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത പൊടികളും അതുപോലെ തന്നെ ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് പുളിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടികളും അതായത് ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന പുളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കൈവച്ച് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ, ഒരു 350 ഗ്രാം ചെമ്മീനും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെമ്മീനും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചെമ്മീൻ മുഴുവനോടെ തന്നെ ഇട്ടേക്കുന്നത്, മുറിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു കപ്പോളം, അതായത് ഇത് വേവാൻ വേണ്ടി ആവശ്യത്തിനുള്ള 1 കപ്പോളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒരു 2-ാം പാൽ ഒരു 1.5 കപ്പോളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതുപോലെ നിന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് കിടന്ന് വേവണം. അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്ത 2-ാം പാൽ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് വറ്റണം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. സ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ചെമ്മീൻ അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോവില്ല. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഉപ്പും പുളിയൊക്കെ നമ്മൾ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. പുളി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 1-2 പുളി എടുത്ത് മാറ്റാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ മാറ്റം വരുത്താം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് ഈ 2-ാം പാൽ ഒന്നും കൂടെ ഒന്ന് വറ്റട്ടെ. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുത്ത് കറി റെഡിയാക്കാം. അപ്പോൾ നന്നായിട്ട് കറി ഒന്ന് തിളച്ച് ചാറൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരുന്ന 1-ാം പാൽ, അതായത് ഒരു 3/4 കപ്പ് 1-ാം പാലാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേ നമുക്ക് നിർത്താം. ഞാനൊരു 3/4 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് തിളയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ കറി റെഡിയാണ്. അപ്പോൾ ഞാൻ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തപ്പോൾ കറി നന്നായിട്ടൊന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് ഒന്നും കൂടെ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായിക്കോളും. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം.
നമുക്കിനി അടുത്തതായിട്ടൊന്ന് ഉള്ളി കാച്ചി ഒഴിക്കാം. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കണം. ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് നമുക്ക് ഉള്ളി ചെറുതായിട്ട് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളി കാച്ചുന്ന ഈ സ്റ്റെപ്പ് നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ ഉള്ളി നമ്മുടെ ബ്രൗൺ കളർ ആയിട്ട് ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഒരു കറിക്ക് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം. അത് ഓപ്ഷണലാണ്, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ നമ്മൾ ഉള്ളി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളി കാച്ചിയത് നമ്മൾ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കുടംപുളി ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്